ഹായ് മക്കളെ, ജെയുടെ ദിവസങ്ങൾ ഇങ്ങനെ അടുത്ത് വരികയാണ് അല്ലേ. ജനുവരി സെഷന് വേണ്ടിയുള്ള ദിവസങ്ങൾ ഇനി വളരെ കുറച്ചേ നമ്മുടെ മുന്നിലുള്ളൂ. പലരും ഇപ്പോഴും പഠനത്തിൽ പ്രോപ്പറായി ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതുവരെയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ചാപ്റ്ററുകളൊക്കെ ഒരുപാട് ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായി പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത്, വലിയ വലിയ ടാസ്കുകൾ നമ്മൾ ഇനി എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. ചെറിയ ചെറിയ ടാസ്കുകൾ എപ്പോഴും പ്ലാൻ ചെയ്യുക. അതായത് ഒരാഴ്ചത്തേക്ക് വേണ്ട ഷെഡ്യൂൾ, ഒരാഴ്ച കൊണ്ട് ഞാൻ ഇത്രയും കവർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്യും എന്ന രീതിയിലുള്ള ടാസ്കുകൾ ഇനി ഒരിക്കലും ഹെൽപ്ഫുൾ ആയിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ. പകരം കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയും ഞാനിരുന്ന് പഠിക്കും എന്ന് തീരുമാനിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഇരുന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കും എന്ന് തീരുമാനിക്കുന്നതിന് പകരം 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും പോർഷൻസ് കവർ ചെയ്യും എന്ന് തീരുമാനിക്കുക. അപ്പോഴാണത് ചെറിയ ചെറിയ ടാസ്കുകളാകുക. അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കോൺഫിഡൻസിനെ അത് വല്ലാതെ ബൂസ്റ്റ് ചെയ്യും. കാരണം കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും എന്ന് പറയുന്നു. ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അത്രയും പോർഷൻ പഠിച്ചു തീരുമ്പോൾ നമ്മളെക്കൊണ്ട് ഇത് പറ്റും എന്നൊരു തോന്നൽ, ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ പതിയെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അത് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ ഒരുപാട് സഹായിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൊമെൻറ്റം. അതായത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ടാസ്കിലേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഒരു മൊമെൻറ്റത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത്രയും പഠിക്കുമെന്ന് തീരുമാനിക്കും. ആ ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അത്രയും നേരം ഫോക്കസ്ഡായിരിക്കാൻ ആർക്കും പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകാനുള്ളൊരു മൊമെൻറ്റം നമുക്കുണ്ടാകും. കൂടുതൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകും. ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മൂന്നാമത്തെ കാര്യം, ഓഫ് കോഴ്സ് ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്. കാരണം പഠനം എന്ന് പറയുന്നത് അതും ഏകദേശം 10 ലക്ഷത്തിലധികം കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മത്സര പരീക്ഷയാണ് JEE എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് ദൂരം മുന്നോട്ട് പോയി, നമ്മളിപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുമ്പോൾ സ്ട്രെസ്സ് കൂടുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുഞ്ഞു 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 ടാസ്കുകൾ നിങ്ങൾ മുന്നോട്ട് വെച്ച് അത് നിങ്ങൾ പതിയെ പതിയെ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആവുന്നതായിട്ട് തോന്നാൻ തുടങ്ങും. നിങ്ങൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവുന്നതായിട്ട് തോന്നാൻ തുടങ്ങും. കൂടുതൽ കൂടുതൽ വലിയ ടാസ്കുകൾ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ തനിയെ വന്നു ചേരും. മറ്റൊന്ന് ടൈം മാനേജ്മെൻ്റ് ആണ്. കാരണം പരീക്ഷകളിൽ എപ്പോഴും സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് രീതിയിലാണ് സമയം മാനേജ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സമയത്തെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ വരികയും ചെയ്യും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമുക്ക് ഫോക്കസ്ഡായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ. ഒരുപാട് സമയം നമുക്കൊരു കാര്യത്തിന് മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ വലിയ വലിയ ടാസ്കുകളാണ് പ്ലാൻ ചെയ്യുന്നത്. പകരം ഞാനീ പറഞ്ഞ പോലെ ചെറിയ ടാസ്കുകൾ എപ്പോഴും പ്ലാൻ ചെയ്യാം. അപ്പോൾ ചെറിയ ടാസ്കുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ, നമ്മൾ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുകയും, കാരണം വലിയ ഗോളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്, വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ്ഡായി മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മുടെ വലിയ പ്രശ്നങ്ങളിലൊന്ന്, പലർക്കുള്ള പ്രശ്നമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം, നാളെ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം മക്കളെ, ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. കാരണം ചെറിയ ടാസ്കുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടാവും. അത് സ്വാഭാവികമായും നമ്മളെ വലിയ വലിയ ഗോളുകളിലേക്ക്, വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ മക്കളെ, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും പഠനം പകുതി വെച്ച് നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ചെറിയ ടാസ്കുകൾ തീരുമാനിക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും, കൂടുതൽ കോൺഫിഡൻ്റ് ആക്കും. JEE മെയിൻ എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.